മക്കൾ ഏതാ നോക്കിയാടാ ഇവിടെ എന്താ തന്നിരിക്കുന്നത് y ഈസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. എന്നെ അറിയാവുന്നതോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുള്ളത്? 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ വിചാരിച്ചോണം എന്താ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, അതുപോലെ 1 പ്ലസ് കോസ് എക്സ് എന്ന് കണ്ടാൽ നമ്മൾ അപ്പോഴേ വിചാരിച്ചോണം അതെന്തുവാ, അത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. പഠിച്ചല്ലേ നമ്മൾ ഒത്തിരി തവണ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ, ഈ രണ്ട് എക്സ്പ്രഷൻസും നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുള്ള സോൾവ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 എന്ന് വെറുതെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും, അത് കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഹാഫ് ആംഗിൾ ഫോർമുല ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, ഫുൾ ആംഗിൾ ഫോർമുല ആണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് യൂസ് ചെയ്യാം. അതുപോലെ വേറൊരെണ്ണം ഇതിന്റെ കൂടെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ, സൈൻ എക്സ് എന്ന് വെറുതെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സോ ഈ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ, യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ എക്സ്പ്രഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ 1 പ്ലസ് സൈൻ എക്സ് ഉണ്ട്, 1 മൈനസ് സൈൻ എക്സ് ഉണ്ട്. ഈ എക്സ്പ്രഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇത് യൂസ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ 1 മൈനസ് കോസ് എക്സ് ഉണ്ട്, 1 പ്ലസ് കോസ് എക്സ് ഉണ്ട്. നമുക്കറിയാം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെ ഈ എക്സ്പ്രഷൻ വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, കോസ് 2 തീറ്റയുടെ എക്സ്പ്രഷൻ അല്ലേ. കോസ് 2 തീറ്റ എന്ന് പറയുന്നത് ആ എക്സ്പ്രഷന്റെ ഹാഫ് ആംഗിൾ ഫോർമുലയായി കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും മാത്രം മതി. 1 മൈനസ് കോസ് എക്സ് എവിടെ കണ്ടോ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 പ്ലസ് കോസ് എക്സ് എവിടെ കണ്ടോ എന്ത് ഉപയോഗിക്കുക, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. സോ റൈറ്റ് ചെയ്യാം. y ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്, റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് എന്താ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ താഴെ എന്തുകൊണ്ട് 1 പ്ലസ് കോസ് എക്സ് ബൈ 2 അത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ 2ഉം 2ഉം കട്ടാവും. നമുക്കറിയാം സൈൻ ബൈ കോസ് എന്താ, ടാൻ അല്ലേടാ. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ അപ്പോൾ എന്താകും, ടാൻ സ്ക്വയർ ആവും. അപ്പോൾ y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. നമുക്കറിയാം റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എന്താ, ടാൻ ആവും. സോ y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്നാവും. അപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും പോയിട്ട് y ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, എക്സ് ബൈ 2 എന്ന് കിട്ടും. ഇപ്പൊ സിംപ്ലിഫൈഡ് ആയി. ഇനി നമുക്ക് dy ബൈ ഡി എക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യാൻ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 അല്ലയോ. എക്സ് ബൈ 2 ഡെറിവേറ്റീവ് എന്തുവാ, 1/2. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസിനെ നമ്മൾ മാറ്റി എഴുതിയിട്ട് എന്തെങ്കിലും ചുരുക്കിയുള്ള ഫോമിലാക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം നോക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ടാൻ ഇൻവേഴ്സ് അല്ലേ കിടക്കുന്നത്, നമുക്ക് ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് എടുക്കുന്ന കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ്സ് എടുത്ത് പോകാം. പക്ഷേ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ, ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് കാണുക. ആദ്യം നോക്കേണ്ട കാര്യം എന്താ, ഈ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസിന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുവാണെങ്കിൽ അത് ഈസി ആവുമോ സിമ്പിൾ ആവുമോ നോക്കണം. അങ്ങനെ സിമ്പിൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിമ്പിൾ ആക്കിയിട്ട് ഡെറിവേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എവിടെ കണ്ടാലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ട്രിഗണോമെട്രിക് ആയിക്കോട്ടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ആദ്യം നോക്കേണ്ടത് എന്താ, എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാവുന്ന ഏതെങ്കിലും റിസൾട്ടുകൾ യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ആകുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. എന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഡെറിവേറ്റ് ചെയ്യും. ഓക്കെ ആണേ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സ്പ്രഷൻസും ഈക്വേഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇനിയും ഉപയോഗിക്കുന്നു. ഇതുപോലെ നമ്മൾ ഇൻ്റഗ്രേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് പഠിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് എക്സ്പ്രഷൻ കണ്ടാലും സിംപ്ലിഫൈ ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ഈസി ആയിട്ട് പറ്റും. ഓക്കെ. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ NCERT-യിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, തറവായിട്ട് ചെയ്ത് പഠിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.